എന്തിനാ നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്. ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ്. 19 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ. പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു, നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു, അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല. നിനക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും, വേണമെങ്കിൽ അതിൽ കൂടുതലും. പക്ഷെ ഒന്ന് മാത്രം ചോദിക്കരുത്, ഒരമ്മയെന്ന നിലയിലുള്ള സ്നേഹം, വാത്സല്യം, ലാളന, അതൊക്കെ 19 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ്. ദയവ് ചെയ്ത് മകളെ അമ്മയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട. നിങ്ങളുടെ ലാളന, സ്വത്തുക്കൾ, പദവി, സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ ഭയമാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പോ പിരിയാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല. കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ 1000 ഇരട്ടി ഞാനിപ്പോ നിങ്ങളെ വെറുക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ. ഒന്ന്, ആരാണ് എൻ്റെ അച്ഛൻ? 2, 19 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത്? എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത്? എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? പറ. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. മായി, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ. ഞാൻ മാത്രം. ഞാൻ മരിക്കുന്നവരെ അത് മറ്റൊരാൾ അറിയില്ല. അറിയാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായി. പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത്? ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത്? ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത്? ഞാൻ എന്താ നിനക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? അതൊന്നും എനിക്കറിയില്ല കുട്ടി. ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല. ഇനിയും വരും ഞാൻ. എന്റെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നോക്കിക്കോ, നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി എത്രമാത്രം താഴാവോ, എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഇന്ന് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അത് നിന്റെ വിധിയെന്ന് കരുതാനേ എനിക്ക് പറ്റൂ. നിന്റെ ഈ പ്രായത്തിൽ നിന്നെക്കാൾ വാശിയും വികൃതിയൊക്കെ ഉള്ളവളായിരുന്നു ഞാൻ. അന്നൊരു കൂട്ടുകാരി ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചു. അങ്ങനെ തമാശയ്ക്കാണ് ഞാൻ നിന്റെ അച്ഛനെ എന്നിലേക്ക് വലിച്ചഴിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്റെ വാശിയും തമാശയും കൂടിയതേ ഉള്ളൂ. ഒടുവിൽ നീ എന്റെ വയറ്റിൽ പിറക്കുന്നത് വരെ പോയ ആ ബന്ധം പതുക്കെ പതുക്കെ ആരൊക്കെയോ അത് അറിയാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള മാന്യത, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ, സർവോപരി ദൈവത്തെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്ന നല്ലവളായ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഇല്ലാതാക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. അതറിഞ്ഞതും നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അരുത്, അത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നഷ്ടം വന്നാലും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയത്.
ഇന്നും ഉണ്ട് ആ ഇഷ്ടവും ആദരവും ഒക്കെ എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പോരൽ പോലെ ഏൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയും? അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ. നിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിന്നെ നശിപ്പിച്ചു എന്നൊരു കളവ് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അന്നും അദ്ദേഹം വല്ലാതെ വേദനിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു, പിരിയാം, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി പിരിയാം. ഞങ്ങൾ പിരിഞ്ഞു. അതിൽ പിന്നെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. ഇന്നും അദ്ദേഹത്തിന് അറിയില്ല മഹി, നീ ജീവനോടിരിക്കുന്നു എന്ന സത്യം. എല്ലാം മറക്കാനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. അവിടെ വെച്ചായിരുന്നു നിന്റെ ജനനം. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴേക്കും നിന്റെ അച്ഛൻ എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. എങ്കിലും കാണാനോ ഓർക്കാനോ ഞാൻ ശ്രമിച്ചതേയില്ല. പക്ഷെ നിന്നെ മറക്കാൻ എനിക്കായില്ല. ഏത് നേരവും കൈനീട്ടിയെടുക്കാവുന്ന ദൂരത്തിലാക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ശിവപ്രസാദിനെ ഏൽപ്പിച്ചതും. പലപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ഇതാമായി ഈ ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ ഓർത്താണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്താണ്, സ്നേഹബന്ധങ്ങളെ ഓർത്താണ്. എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്നറിഞ്ഞാൽ ആരെങ്കിലും പഴയ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാം നശിപ്പിക്കില്ലേ? അത് നിന്റെ അച്ഛനെ ബാധിക്കില്ലേ? അദ്ദേഹം ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ കാണാൻ പോലും വരാതിരുന്നത്. പക്ഷെ നീ വല്ലാതെ വാശി പിടിക്കുന്നു. ആ അച്ഛൻ ആരാണെന്നറിയാൻ അതിനുവേണ്ടി സ്വയം നശിക്കുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ദുഃഖമല്ലാതെ ഒരിറ്റ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ നിനക്കാവില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ശല്യം ചെയ്തതുപോലെ അദ്ദേഹത്തെ ശല്യം ചെയ്യാനോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാ പോലും. എനിക്കറിയാം, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവളാണ് നീ. നിന്നോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഈ അമ്മ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. പക്ഷെ ഞാൻ നിന്റെ കാല് വീണ് കേണ് അപേക്ഷിക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിന്റെ അച്ഛനോട് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? മറന്നൂടെ? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ എന്നെ എത്രമാത്രം തെറ്റിദ്ധരിച്ചു പോയി എന്ന് ആലോചിക്കായിരുന്നു. അമ്മ ഈ പറഞ്ഞ കഥകളൊക്കെ എപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നല്ലോ എനിക്ക് എന്റെ അച്ഛൻ അറിയണ്ട എന്ന്. പിന്നെ എന്തിനായിരുന്നു അമ്മ ഇത്രയും കാലം എന്നെ വെറുതെ? ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കറിയണ്ട എന്റെ അച്ഛൻ ആരെന്ന്. ഇനി ഒരിക്കൽ പോലും ഞാനിത് ചോദിക്കുകയില്ല. എന്റെ അമ്മ സന്തോഷവതിയായിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോ? നീ പറയുന്നതൊക്കെ സത്യമാണ് മായ. സത്യം. ഇതോർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. ഞാൻ ഒരിക്കലും അമ്മയെ ശല്യപ്പെടുത്തില്ല. അമ്മ പൊയ്ക്കോളൂ. മായ, ഞാൻ എന്റെ അമ്മയെ കണ്ടുപോയില്ലേ, സംസാരിച്ചു പോയില്ലേ? ഇനി മറക്കാൻ എനിക്കാവില്ല. ആരും കാണാതെ വല്ലപ്പോഴൊക്കെ ഒരിത്തിരി സ്നേഹം എനിക്ക് തന്നൂടെ? ഒരമ്മയുടെ സ്നേഹം. കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചു പോയതാണ്. എന്തിനാ കുട്ടി എന്നെ എങ്ങനെ ശിക്ഷിച്ചത്? എപ്പോഴാണ് നീ ഹോസ്റ്റലിൽ പോകേണ്ടത്? അമ്മ വിടുമ്പോ. കൂട്ടുകാരികൾ ചോദിക്കില്ലേ കുറെ ദിവസം എവിടെയായിരുന്നെന്ന്? എന്താ പറയേണ്ടത്?
പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല അമ്മയുടെ കൂടെ ആയിരുന്നു എന്ന്. അയ്യോ, ഇതെന്തിനാ അമ്മേ? ഉം? ഓ അതോ, വെറുതെ സുരക്ഷയ്ക്ക് വേണ്ടി. നിന്നെ പോലെ ഞാനും ഒറ്റയ്ക്കായിരുന്നില്ലേ. ചുറ്റും ശത്രുക്കളാ, ആരെയും വിശ്വസിക്കാനാവില്ല. അമ്മേ, എന്താ മായ കാണിക്കണേ? അതവിടെ വെച്ചേ. എന്റെ അച്ഛൻ ആരെന്ന് പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വേഗം പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. എളുപ്പം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വെറുതെ അല്ലേ അമ്മേ തമാശക്ക്? അമ്മ വിഷമിച്ചു പോയല്ലേ? എന്നെ ഇപ്പോഴും അങ്ങനെയാണോ കരുതിയത്? അതാദ്യം ഇങ്ങനെ കൊണ്ടുവാ. ഓ, അല്ലെങ്കിൽ ഞാനിപ്പോ ഞാൻ ശിവപ്രസാദിനോട് പറയാൻ പോവാ. എന്ത്? നിനക്ക് കോളേജിൽ നിന്ന് 2 ദിവസം കൂടി ലീവ് എടുക്കാൻ. അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ. താങ്ക്സ്. നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം. Yes. Hello, Maya. Maya, my sweetheart. ഇല്ല ഇല്ല, ഒരിക്കലും ഇറക്കില്ല. ആ, അറിഞ്ഞു. അമ്മയുമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ. എന്താ അവിടെ? ആരാ? ഞാനാ. എന്താ എന്താ അമ്മേ? എന്താ അവിടെ ബഹളം? ആരാ? ഒന്നുമില്ല. സ്റ്റുവർട്ട്, ബട്ട്ലർ. ആരാ? വെയിറ്റർ, വെയിറ്റർ. എന്താ ഇങ്ങനെ മര്യാദയില്ലാതെ? അമ്മ കണ്ട എന്ത് വിചാരിക്കും? നിനക്ക് മാത്രമല്ലല്ലോ അമ്മ, എനിക്കും ഇല്ല ഒരമ്മ. ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ. ഐ എം സോറി, എല്ലാത്തിനും സോറി. ദയവ് ഇപ്പൊ പ്രതികാരമൊന്നും ചെയ്യരുത്. ഞാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം. ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് വേണ്ട, സമ്മതിച്ചു. പുറത്തു വെച്ച് മതി. ഇന്ന് വേണ്ട, വേറൊരിക്കൽ. പറ്റില്ല. ഇന്ന് എന്താ അവിടെ പിന്നെയും ബഹളം? എന്തായിരുന്നു മായ അവിടെ? ഒന്നുമില്ല, ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആടി കാണിക്കായിരുന്നു. ഇങ്ങനെ എന്നിട്ട് പോയി, ബട്ട്ലർ പോയി. അമ്മ കുളിച്ച. നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ? അതെന്തൊരു ചാട്ടം അത്? ഒന്നുമില്ല, ഡാൻസ് ഡാൻസ് അമ്മേ, ഡാൻസ്. എന്താ എന്താ വേണ്ടെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ പറ. എനിക്ക് ചെറിയൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താ അത്? അച്ഛനും അമ്മയും ആരെന്നറിയാത്തവളെന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത്. അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെ അമ്മയൊക്കെ കണ്ടുപിടിച്ചു. അതിന് ഞാൻ ഒരു സമ്മാനം തരണ്ടേ? എന്ത് സമ്മാനം? അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായയ്ക്കൊരു ഉമ്മ തരണം. എന്ത് വിവരക്കടയി പറയുന്നത്? ആഹാ, മായയ്ക്ക് എപ്പോഴാണ് ഈ വിവരം വെച്ചത്? എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു. എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു. എന്നെപ്പോലൊരു പെണ്ണുപിടിയാൻ ഈ ഭൂലോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊന്നും വിവരക്കേടല്ലായിരുന്നു. ഒക്കെ പോട്ടെ, എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായ എനിക്ക് തന്നേക്ക്, ഞാൻ കല്യാണം കഴിച്ചോളാന്ന്. അപ്പോഴെന്താ പറഞ്ഞേ? അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന്, അല്ലേ? ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു, അച്ഛനെയും കണ്ടുപിടിച്ചു. എന്നിട്ടെന്തേ വരാഞ്ഞേ? എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ, അച്ഛനെ അറിയില്ല. അതാണ് ശരിക്കുള്ള വിവരക്കേട്. അമ്മയെ കണ്ടുപിടിച്ചാ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ? സോറി, കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല. മായയോടുള്ള പ്രണയം പതഞ്ഞു തുളുമ്പിയിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ പോവുക. അയ്യോ, സത്യം. മതി, കളിതമാശയൊക്കെ മതി. എന്റെ ഒരു കൂട്ടുകാരി വെറുതെ
എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചതുകൊണ്ടാ ഞാൻ അന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു കളവായിരുന്നു. അതെ, കളവായിരുന്നു. മാപ്പ് തന്നേക്ക്. എനിക്ക് ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡോക്ടറെ. പിന്നെന്തിനാ കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. നിക്കേ, എനിക്ക് പറയാനുള്ളൂടെ കേട്ടിട്ട് പോ. എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ, അത് കളവാണ്, വെറും കളവ്. എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടത് മായയാണ്, മായ മാത്രം. അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മായയുടെ മനസ്സിലൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. ഇനി ഒരിക്കലും ഞാൻ വരില്ല മായയെ കാണാൻ. പക്ഷെ മായ എൻ്റെ അടുത്തേക്ക് വരുന്നതും കാത്ത് ഞാനിരിക്കും, എത്ര കാലം വേണമെങ്കിലും. അമ്മ എന്താ തപ്പുന്നത്? ആ, ഒന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആരായിരുന്നു ഇവിടെ നിന്ന് ബഹളമൊക്കെ വെച്ചത്? എപ്പോ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ. അത് ഞാൻ പറഞ്ഞില്ല അമ്മേ. വെയിറ്റ് വെയിറ്റ്. എന്താ അമ്മേ? വെയിറ്റർ എന്ന് വെച്ചാൽ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ആളാണോ അതോ വല്ലതിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ? ഇല്ലമ്മേ, ചായ കുടിക്കാൻ നടക്കുന്ന അല്ല, വെയിറ്റ്. ഇഷ്ടമല്ലെന്നും കല്യാണത്തിന് സമ്മതമല്ലെന്നും എന്തിനാ ഡോക്ടറോട് കളവ് പറഞ്ഞത്? മരുമകളായി ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ ചോദിക്കുമല്ലേ, ആരാ അച്ഛനെന്ന്? എന്തു പറയും, എങ്ങനെ പറയും? അതുകൊണ്ടല്ലേ ഞാൻ ചെയ്ത തെറ്റിന് നിന്റേതായ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെക്കുകയാണല്ലേ? അങ്ങനെയൊന്നുമില്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചേയില്ല, സത്യമായിട്ടും ചിന്തിച്ചില്ല. നോക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടിയന്തരമായി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മായയുടെ കാര്യം. ഇത്രയും കാലം അവൾ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ അകറ്റി വളർത്തി. ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ജന്മനാട്ടിൽ എനിക്കൊരു സ്വീകരണം ഉണ്ടല്ലോ. അത് എത്രാം തീയതിയാണ്? അത് 16-ാം തീയതി. അന്ന് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ സ്വരത്തിനും സ്വത്തിനും അവകാശിയായ ഒരു മകൾ എനിക്കുണ്ടെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുകയാണ്. അതിനു മുമ്പ് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിരിക്കണം. അച്ഛൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? ആരും ചോദിക്കില്ല. അതുകൊണ്ടല്ല, പിന്നീടുള്ള സംഗീത സദസ്സുകളിൽ മാഡത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ, ഗൗരവം നഷ്ടപ്പെടില്ലേ? പിന്നീട് എനിക്ക് സംഗീത സദസ്സുകൾ ഉണ്ടാവില്ല. 16-ാം തീയതിയിലേത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കച്ചേരിയായിരിക്കും. അതും ലോകത്തെ അറിയിച്ചേക്കൂ. വേറൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം. പതിനാറാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. അന്ന് എന്നെ അറിയുന്നവർ എൻ്റെ മകളെയും അറിയും. അത് കഴിഞ്ഞാൽ ഉടനെ ഒരുങ്ങിക്കൊള്ളു കല്യാണത്തിന് വേണ്ടി. നിന്റെ ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വേണ്ട അമ്മേ, അത് വേണ്ട. അത് തന്നെ വേണം. എൻ്റെ മകളല്ലേ നീ. നിന്റെ വാശി എനിക്കറിയില്ലേ. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ എന്നും പറഞ്ഞ് നിന്റെ ഡോക്ടറെ തോൽപ്പിക്കണമെന്നല്ലേ ഉള്ളൂ നിനക്ക്. എല്ലാ വിശുദ്ധിയോടും കൂടി നിന്നെ കല്യാണ പന്തലിലേക്ക് അയക്കാൻ ഞാൻ ശ്രമിക്കും. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും നോവിപ്പിക്കാതെ. നിന്റെ അച്ഛനെ നീ ശല്യപ്പെടുത്തരുതെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വാ, ഞാൻ പറഞ്ഞോളാം എല്ലാം.
അമ്മ ഇത് എന്തുദ്ദേശിച്ച? ദേ 16-ാം തീയതി നീ ഈ സാരിയാണ് ഉടുക്കേണ്ടത്. അന്ന് മായാവിനോദിന് വെട്ടിത്തിളങ്ങണം, എല്ലാവരും കണ്ണുവെക്കുമാറ്. ഈ സാരി നിനക്ക് കല്യാണത്തിന് അണിയാനുള്ളതാണ്. നിന്റെ കല്യാണമൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ താലോലിക്കാൻ പറ്റാത്ത ഈ കൈകൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെങ്കിലും താലോലിച്ച് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അമ്മയ്ക്ക് സത്യമായിട്ട് വിഷമമൊന്നും ആവില്ലല്ലോ? ഏയ് ഇല്ല. എങ്കിൽ ഞാൻ രാവിലെ പൊയ്ക്കോട്ടെ, ഹോസ്റ്റലിലേക്ക് ഒന്ന് പോണം. ശരി, വേഗം വന്നേക്കണം. ആ. യ്യോ! ഹലോ. തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത നെറികെട്ട മായയാണ് ഞാൻ. വല്ലാതെ കോപിച്ചിരിക്കുകയാണെന്നറിയാം. എന്നാലും ഒരാൾക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. കാണാമല്ലോ. എപ്പോഴാ? എപ്പോ ആണെങ്കിലും. നാളെ? ഓക്കെ. വെച്ചോട്ടെ. ഉം